ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടയുടെ വെർണയാണ്. 1.6 SX ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ 2014 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതേപോലെ തന്നെ ID വാല്യൂ നോക്കുകയാണെങ്കിൽ 5,25,000 ID വാല്യൂ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നേക്കണ വാഹനമാണ്. അതുകൂടാതെ തന്നെ 1600 ഇതിൻ്റെ CC വന്നേക്കണം. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളും തരുന്ന വാഹനമാണ്. പിന്നെ അതിൻ്റെ കിലോമീറ്റർ അതൊക്കെ വിശദമായിട്ട് ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ കിലോമീറ്ററും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടു വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടയുടെ വെർണയാണ്. അപ്പോൾ വെർണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹ്യുണ്ടൈ ഇറങ്ങിയപ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ ഹ്യുണ്ടൈ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടയുടെ വെർണ. അത് ഒരുപാട് ഫേസ് ലിഫ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വെർണക്ക്. ഇപ്പോൾ വേർഷൻ 1 ആയാലും വേർഷൻ 2 ആയാലും ഫ്ലൂയിഡിക്ക്, അങ്ങനെ ഇപ്പോഴും വെർണ പല പല ഷേപ്പിലും രൂപത്തിലും ഭാവത്തിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ജനപ്രിയമായിട്ടൊരു വാഹനം കൂടിയാണ് വെർണ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൂടാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചാണ് ഒരു വാഹനമാണ്. നല്ല ബോഡി കണ്ടീഷനുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വാഹനം ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലൂയിഡിക് ആ ഒരു കാറ്റഗറിയായിട്ട് ഇറക്കിയാണ്. നമ്മളിപ്പോൾ I20 ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം I20 ഫ്ലൂയിഡിക്കൊക്കെ ഇറങ്ങിയ ടൈമിൽ തന്നെയാണ് ഈ വാഹനം ഫ്ലൂയിഡിക്കായിട്ട് ഇറങ്ങിയത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂവിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ഫസ്റ്റിന് വീൽ ആർച്ചിലേക്ക് പോകാം. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്, അതുകൊണ്ട് എടുത്ത് പറയുന്നത്. നല്ല ഫുൾ കണ്ടീഷൻ ടയേഴ്സും ഹ്യുണ്ടയുടെ ഒറിജിനൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബോണറ്റ് നോക്കാം. ബോണറ്റ് യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാം. പിന്നെ DRLs ഒക്കെ വന്നിരിക്കണം ആ ഒരു ഹെഡ് ലാമ്പ് നമുക്കിവിടെ കാണാം. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടയുടെ ആ ഒരു പണ്ടത്തെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ബമ്പേഴ്സ് നോക്കിയേക്കാം. ബമ്പേഴ്സ് നോക്കുമ്പോൾ ഇവിടെയും നല്ല നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സാണ്, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ടയേഴ്സ് നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അലോയ്സ് നോക്കാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ്, അലോയ്സ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. നല്ല ക്വാളിറ്റി ഉള്ള ഡോർസ് നമുക്കിവിടെ കാണാം. ഇവിടെയും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ആണോ, ഇവിടെയും ടയേഴ്സ് നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അലോയ്സും കാര്യങ്ങളും നോക്കാം. അലോയ്സും നീറ്റായിട്ട് ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ് നോക്കാം. ഗ്ലാസ് ആയാലും നീറ്റായിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സാണ്. ഡീഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൂട്ടിലേക്ക് വരാം. 1.6 SXൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. വെർണയുടെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും ഇവിടെ നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സ്, സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡായി വരുന്നുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലെ വീൽ ആർച്ച് നോക്കാം. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. 2 ഡോറായാലും പക്ക ക്വാളിറ്റിയിലിരിക്കണ, ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഇവിടെ നോക്കുമ്പോൾ 4 പവർ വിൻഡോസും കൺട്രോൾ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കേട്ടോ, അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കേട്ടോ, അതേപോലെ തന്നെ ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ്. മിഡിലിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC-യുടെ ഡിസ്പ്ലേയും കാര്യങ്ങളും കാണാം. ഓട്ടോമാറ്റിക് ഗിയർ നോബാണ് നമുക്ക് കാണാം. ഇവിടെ സ്റ്റിയറിംഗ് ആയാലും നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടണൊക്കെയാണ് വന്നേക്കണേ. ആണോ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കിലോമീറ്റേഴ്സ് 1,29,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം, ഡീസൽ വാഹനം ഓടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ബാക്കിയുള്ള ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാറ്റ്ഫോം നോക്കാം. 3D മാറ്റും കാര്യങ്ങളൊക്കെ കിടക്കണേ. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ പാസഞ്ചർ സൈഡിൽ സീറ്റും നീറ്റായിട്ടിരിക്കുന്നു. റൂഫായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ വാഹനം ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. സീറ്റൊക്കെ നല്ല തൈ സപ്പോർട്ട് ചെയ്യുന്ന സീറ്റാണ്. നല്ല ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം.
പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. എന്താണ് പാസഞ്ചർ സൈഡിലുള്ളത് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ലാവിഷായിട്ട് കാല് നീട്ടിയിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്ക് ആംറെസ്റ്റ് കിട്ടുന്നുണ്ട്. കേട്ടോ, ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. പക്ക നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആംറെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ നിന്നും കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ ഭാഗം നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. ഇവിടെയും പക്ക ക്വാളിറ്റി തന്നെ പോയേക്കണേ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ക്യാമറ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്ജസ്റ്റും ആപ്രോണും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഡ്ജസും അതേപോലെ തന്നെ എൻജിൻ ഭാഗം മൊത്തത്തിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡിലേക്കൊന്ന് വായിക്കാം. ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബൂട്ടിൽ എന്താണ് അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് റൂം. ലാവിഷായിട്ടുള്ള ബൂട്ടുള്ളത്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ വളരെ നീറ്റായിട്ടുള്ള വാഹനമാണ്. ഒരു അഴുക്കോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. അപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടയർ കണ്ടീഷൻ നോക്കാം. വലിയ കാര്യമായിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട്, എന്നാലും ഫുൾ കണ്ടീഷൻ ഗ്രിപ്പല്ല, കുഴപ്പമില്ല. അതുപോലെ സ്പെയർ വീലിൻ്റെ റൂം നോക്കാം. ഇതും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കും സ്പെയർ വീൽ റൂം. ഓക്കെ, അതേപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കിയേക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് സംസാരിക്കേണ്ടതിൻ്റെ വിലയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹ്യുണ്ടായുടെ വെർണ കണ്ടു കഴിഞ്ഞു. ഇതിപ്പോൾ 1.6 SX ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2014 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. പിന്നെ കൂടാതെ തന്നെ 5,25,000 രൂപ ഇതിൻ്റെ നിലവിൽ IDV നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് വന്ന വാഹനം കൂടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ പറയാം. എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 5,50,000 രൂപ, 5.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ഞാൻ പറഞ്ഞ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വാഹനം എടുക്കാൻ താല്പര്യം നമ്മൾ വിളിക്കുകയും നമ്മുടെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരാവുന്നതാണ്. 7012665202 ആണ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.